എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുക്കുന്നു. മത്തായി 13:27 മുതൽ 30 വരെ. അപ്പോൾ വീട്ടുടയവൻ്റെ ദാസന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന്, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്? പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിന് അവൻ, ഇല്ല, പക്ഷേ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതുപോകും. രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്യുന്നവരോട്, മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എൻ്റെ കളപ്പുരയിൽ കൂട്ടിവയ്പ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഉപമയിൽ വളരെ വിചിത്രമായ ഒരു ഉപമയാണ് കർത്താവ് ഈ വേദഭാഗത്ത് പറയുന്നത്. ദാസന്മാർ യജമാനനോട് ചോദിക്കുന്നുണ്ട്, കള എവിടെ നിന്നാണ് വന്നത്? ഞങ്ങൾ ആരും കള വിതച്ചില്ല, എന്നാൽ ഗോതമ്പിൻ്റെ കൂട്ടത്തിൽ കള വന്നു. യജമാനൻ പറയുന്നു, അത് നമ്മളറിയാതെ നമ്മുടെ ശത്രു ചെയ്തതാണ്. മനുഷ്യന് ഉറങ്ങുമ്പോൾ എന്നാണ് അതിന് മുൻപ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, കള നമുക്കങ്ങ് പറിച്ചു കളഞ്ഞാലോ? ഗോതമ്പ് അതിൻ്റെ ഹാർവെസ്റ്റിന് മുൻപ് കളയെല്ലാം പറിച്ച് നിലം വൃത്തിയാക്കാമോ എന്ന് ചോദിക്കുമ്പോൾ യജമാനൻ പറയുന്നു, അങ്ങനെ ചെയ്താൽ കള പറിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഗോതമ്പും കൂടെ പിഴുതു പോരും. അത് വേണ്ട, കൊയ്യുന്നത് വരെ കാത്തിരിക്കാം. കളയും ഗോതമ്പും കൊയ്ത്തിന് പാകമാവും. കൊയ്ത് എടുക്കുമ്പോൾ കള വേറെ കറ്റകളായി കെട്ടി അതെല്ലാം തീയിലിടുകയും ഗോതമ്പ് കളപ്പുരയിലേക്ക് പോവുകയും ചെയ്യും. ഇതൊരു സാധാരണ കാര്യമാണ്. എങ്കിലും ദൈവരാജ്യത്തിൻ്റെ അഗാധമായ മർമ്മം അതിൽ കർത്താവ് കരുതി വച്ചിട്ടുണ്ട്. അതായത് കൊയ്ത്തു വരെ ഗോതമ്പും കളയും ഒന്നിച്ച് വളരുക. കൊയ്ത്ത് കാലത്ത് യജമാനൻ കൊയ്യുന്നവരോട് മുൻപേ കള പറിച്ചു കൂട്ടി ചുട്ട് കളയുന്നതിന് കെട്ടുകളായി കെട്ടാൻ അവരോട് പറയും. ഗോതമ്പ് മാറ്റുകയും ചെയ്യും. ഈ കൊയ്ത്ത് എന്ന് ഒരു ആത്മീയ അർത്ഥം നൽകി പറയുമ്പോൾ ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റിൻ്റെ സൂചനയാണ്. അതായത് യുഗാവസാനം എന്ന് പറയാം. ദാനിയേൽ 9-ാം അധ്യായത്തിൽ 70-ാം ആഴ്ചവട്ടം എന്ന് കാണും. കൊയ്യുന്നവർ ദൂതന്മാരാണ്. എതിർപ്പുകളെയും എതിരാളികളെയും രാജ്യത്തിൽ നിന്ന് പുറത്താക്കി തീച്ചൂളയിൽ ഇട്ട് കളയുന്നതാണ് കളയെ ശേഖരിച്ച് തീയിൽ ഇടുന്നത് കാണിക്കുന്നത്. ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നത് തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ നീതിമാന്മാർ സൂര്യനെ പോലെ പ്രകാശിക്കും എന്ന് പറഞ്ഞതിൻ്റെ സൂചനയാണ്. അപ്പോൾ പലപ്പോഴും കൊയ്ത്തുവരെ കളയും നല്ല ഗോതമ്പും അല്ലെങ്കിൽ നല്ല പതിരുകളും തിരിച്ചറിയാനാകാത്ത വിധത്തിൽ ഒന്നിച്ച് നിൽക്കും. ഇത് പല മനുഷ്യരുടെയും ജീവിതഗതിയുടെ സൂചന കൂടെയാണ്. ഞാനും ഈ കൂട്ടത്തിലാണ്, ഞാനും നല്ലവനാണ് എന്ന് ഒരു നാട്യത്തിലൂടെ ജീവിച്ചു പോകുന്ന ആളുകൾ ജഡ്ജ്മെൻറ്റിൻ്റെ സമയത്ത് വളരെയധികം പരിതപിക്കേണ്ടി വരും. പിന്നീട് ഒരു മടങ്ങിവരവില്ലാത്ത വിധത്തിൽ തീച്ചൂളയിലേക്ക് പോകുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. മറ്റുള്ളവരുടെ മുൻപാകെ നമ്മൾ നീതിമാന്മാരെന്നും നല്ലവരെന്നും ഭക്തന്മാരെന്നും ഒക്കെ നടിച്ച് ജീവിക്കാൻ സാധിക്കും. എന്നാൽ അതിനെ തിരിച്ചറിയുന്ന, അതായത് പതിരും കതിരും തമ്മിൽ വേർപിരിക്കുന്ന ഒരു സമയമുണ്ട്. കളയും ഗോതമ്പും തമ്മിൽ വേർപിരിക്കുന്ന ഒരു സമയമുണ്ട്. അത് മനസ്സിലാക്കാതെ ജീവിക്കുമ്പോൾ വലിയ പ്രത്യാഘാതങ്ങളിലേക്കാണ് പോകുന്നത്.
കളയ്ക്ക് മടങ്ങി വരാനുള്ള ഒരു സമയമുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. എന്നാൽ കള അത് ചെയ്യുന്നില്ല. ഞാനും 100% ശരിയാണ് എന്ന ഭാവേന നിലനിൽക്കുകയും അവസാനം പിഴുതെറിഞ്ഞ് കറ്റകളായി തീച്ചൂളയിലേക്ക് എറിയപ്പെടുകയും ചെയ്യും. നമ്മുടെ നേർക്ക് സ്വർഗരാജ്യത്തിൻ്റെ വിരൽ നീട്ടുന്ന ഉപമയാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് ക്രിസ്തു സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും തങ്ങളെ തന്നെ ശോധന ചെയ്യണം. ചട്ടങ്ങളെ പ്രമാണിക്കാനും ദൈവരാജ്യത്തിൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനും നമുക്ക് സാധിക്കണം. നമ്മെ വിഴുങ്ങിക്കളയുന്ന എല്ലാ കളകളെയും പിഴുതു കളയാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. കളയോട് ഒരിക്കലും കൂട്ടുകൂടാതെ വേറിട്ട് നിൽക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കണം. ദൈവം തമ്പുരാൻ നമ്മളെ സഹായിക്കും. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പതിരും കതിരും വേർതിരിക്കുന്ന നേരത്ത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മൂല്യവും നിലപാടുകളും അളക്കപ്പെടുമെന്ന് അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നുവല്ലോ. വ്യക്തമായ സുതാര്യമായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ, ദൈവരാജ്യ തത്വങ്ങളിലും നീതിയിലും യോജിച്ച് നിൽപ്പാനുള്ള കൃപ ഇന്ന് പകലിൽ ഞങ്ങൾക്ക് നൽകണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു. വീണുപോകാതെ കാക്കണമേ. യേശു മശിഹായുടെ നാമത്തിൽ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കൃപയും ആലോചനയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.